ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു 3 സ്കില്ല്, ഓക്കെ, നിങ്ങൾ ഈ 3 സ്കില്ല് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി പഠിക്കുക. ഇതിന് 3 ഒത്തു പഠിക്കരുത്. ഞാൻ ഈ 3 സ്കില്ലും പറയും. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള സംഭവം അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് അത് വെച്ച് നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കുക. ഓക്കെ, സോ അതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഈ 3 സ്കില്ല് വളരെ സിമ്പിളായിട്ട് സ്കില്ലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പഠിച്ചാൽ മാത്രമേ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റൂ. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇത് 3 സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഗൈസ്, എനിക്ക് ഒന്ന് നിങ്ങളുടെ പറയാനുണ്ട്. ഇനി നമ്മുടെ ഈ ചാനലിൽ എന്ത് ടൈപ്പ് കണ്ടൻറ്റ് അപ്ലോഡാക്കി പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ഡെയിലി ഉള്ള വീഡിയോസ് നിങ്ങളൊക്കെ അപ്ലോഡാക്കി വരുമായിരുന്നു. ബട്ട് ഇനി നമ്മൾ എന്ത് കണ്ടൻറ്റ് അപ്ലോഡാക്കി പോകണം, ആഫ്റ്റർ നിങ്ങൾ 12th ഏജ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ 10th ഏജ് നമ്മൾ എന്ത് ചെയ്യും. സോ അങ്ങനെ കുറച്ച് എങ്ങനെ ജെനുവിനായിട്ട് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടന്റ് വേണം കമൻറ്റ് ആക്കേണ്ട മറക്കണ്ട. പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ അറിഞ്ഞൂടാ, ഈ മലയാളി ക്രിയേറ്റേഴ്സ് വേറെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. സോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ഒന്ന് ഹൈപ്പും കളൊക്കെ ചെയ്യുക. കാരണം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ എഡിറ്റിംഗ് പ്രോപ്പറൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മളിപ്പോൾ എഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇതാണ്, നമ്മൾ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വേർത്ത് കുളിച്ച് ഇതൊക്കെയാണ്, നമ്മൾ ഫാനൊന്നും ഇട്ടിക്കില്ല സംസാരിക്കുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് പറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അത്ര മാത്രമേ പറയാനുള്ളൂ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മൾ ചെയ്യണമെന്ന് തോന്നുള്ളൂ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന ഒരു 3 മെത്തേഡും നിങ്ങൾ 3 പഠിക്കാതെ തന്നെ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുക. നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ വേണം, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്റ്റക്കാക്കിയിരിക്കുന്നത് പറയാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റാത്തത്, കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് ജസ്റ്റ് കമൻറ്റ് ആകുക. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾക്ക് ചെയ്തു തരാം. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് വണ്ണാണ്, നിങ്ങൾക്ക് എപ്പോഴായാലും ഫ്യൂച്ചറിലായാലും നല്ല ബെനിഫിറ്റുള്ള സാധനമാണ് വീഡിയോ എഡിറ്റിംഗ്. ഓക്കെ, അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് നമ്മൾ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെ സംഭവം സെറ്റാവും. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് വെച്ച് ഒരുപാട് മാസം ലക്ഷങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ഏൺ ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബേഴ്സിലൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമേ ഉള്ളൂ. ചില വീഡിയോ എഡിറ്റിംഗ് അറിയില്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഷോർട്ട് ഫോം വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ കണ്ടന്റ് ലൈക്ക് റീൽസ്, ഷോർട്സ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കണ്ടന്റും കാളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അത് സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഒരു ഷോർട്സ് നിങ്ങൾക്ക് ഒരു 150 to 300 വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അഡ്വാൻസ് ലെവലൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്സിന് ഏകദേശം 500 to 800 രൂപയൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ പണ്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അതായത് വീഡിയോസൊക്കെ ഉണ്ടാക്കി സെല്ല് ചെയ്ത് മറ്റേ ക്രിയേറ്റേഴ്സ് സെല്ല് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുന്നത് ഞാൻ പണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാപ് കട്ടിൽ അല്ലെങ്കിൽ ഇൻഷോട്ടിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് അറിഞ്ഞൂടെങ്കിൽ നമ്മൾ ക്യാപ് കട്ടിൻ്റെ ഒരു വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ്ലി ബിഗിനറൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻഷോട്ടിലാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട്. ഒരു 14 ദിവസം നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് എഡിറ്റിംഗ് പഠിച്ചു നോക്ക്. അത്യാവശ്യം അടിപൊളി ഒരു എഡിറ്റിംഗ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് അവർക്കായിട്ട് വീഡിയോ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നെക്സ്റ്റ് വീഡിയോ എഡിറ്റും പഠിച്ചിട്ട് നമുക്ക് എങ്ങനെ പൈസ അടിച്ചാൻ പറ്റും. ഗൈസ്, നമ്മളെ ചുറ്റും ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പല മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. പറഞ്ഞ 3 കാറ്റഗറി, ഒന്ന് കോണ്ടന്റ് ക്രിയേറ്റർ, 2 ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ, 3 ബിസിനസ് ആയുള്ള ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾക്ക് ഇതിൽ 3ലും അത്യാവശ്യം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ നമുക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ ചിലപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവായി കാണും, ജസ്റ്റ് ലൈവ് മാത്രമേ പോകുള്ളൂ. അപ്പോൾ ലൈവിലൊക്കെ അടിപൊളി ക്ലിപ്സ് കാണും, ഫണ്ണി ക്ലിപ്സ് കാണും, അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റ് മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ ആ ഒരു ക്ലിപ്പ് കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് അവർക്ക് എഡിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പെർ എഡിറ്റ് അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി കൊളാബറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും, അവിടെ പേഴ്സണൽ എഡിറ്റർ ആകാൻ പറ്റും. അങ്ങനെ പല മെത്തേഡ്സ് നമുക്ക് എഡിറ്റിങ്ങിലൂടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നമുക്ക് എന്താണ് ചിലപ്പോൾ ഒരു ആഡ്സിനൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല മെത്തേഡിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഈ ഒരു അഡ്വാൻസ് ലോകത്താണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചിന്തിച്ച് നോക്കാം നമുക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മൾ പ്രോപ്പറായിട്ട് ഓരോരോ സംഭവം അഡ്വാൻസ് ലെവലിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിരിക്കും. ഇപ്പം ഞാൻ ഈ പറയുന്നതാണ് വീഡിയോ എഡിറ്റിംഗ്. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമ്മുടെ ഒരുപാട് ഈ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. മലയാളീസ് ആയിക്കോട്ടെ, നമ്മുടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ, അങ്ങനെ പല ലെവൽ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ലൈവ് ക്ലിപ്പ് എടുക്കുക, അതിനുശേഷം എന്താണ് ഫണ്ണിയ ക്ലിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റ് മൂവ്മെന്റ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നല്ലതായിട്ട് കോൺടാക്ട് ചെയ്യുക. ബ്രോ, ഞാൻ നിങ്ങൾക്കായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ എന്താണ് യൂട്യൂബൊക്കെ കണ്ടു, നിങ്ങൾ
യൂട്യൂബിലൊക്കെ ആക്റ്റീവാണ്, പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റും. അങ്ങനെയൊക്കെ മെസ്സേജിൽ നിങ്ങളൊരു സാമ്പിൾ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എന്താണ് അവർക്ക് കോൺവെർസേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് അവരെ എഡിറ്റർ ആവാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പല എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് വെച്ചൊക്കെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ടൊക്കെ AI ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ഹൈ പേയിങ് സ്കില്ലായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി അരമണിക്കൂറൊക്കെ മാറ്റി വെച്ച് ഒരു 14 ദിവസത്തേക്ക് നിങ്ങൾ എഡിറ്റിംഗ് പഠിക്കുക. ക്യാപ്കട്ട് ആണെങ്കിൽ ക്യാപ്കട്ട് പഠിക്കുക, ലൈറ്റ് മോഷൻ ലൈറ്റ് മോഷൻ പഠിക്കുക. അങ്ങനെ പല സംഭവം നിങ്ങൾ പഠിച്ചെന്താണ് സെറ്റ് ആവും. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് കാര്യം നമുക്ക് ചെയ്യണമുണ്ട്, പക്ഷെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഇപ്പോൾ ഇത് സ്റ്റാർട്ടാക്കിയില്ല ഏകദേശം 1 വർഷം കഴിയുമ്പോൾ നിങ്ങളെ ചിന്തിച്ച് നോക്കാം, ഞാൻ എന്തുകൊണ്ട് അന്നത് സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഞാൻ സ്റ്റാർട്ടാക്കിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എത്രമാത്രം ഏണിങ്സ് അല്ലെങ്കിൽ ഞാനിപ്പം അത്യാവശ്യം ഫിനാൻഷ്യലി ഫ്രീഡം എങ്കിലും കിട്ടുമോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, പറ്റോ ഇല്ലയോ അത് അപ്പോഴത്തെ കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാനായിട്ട് വരും. ഇപ്പം ഞാൻ ഇവിടെ കിടന്ന് വായിട്ടല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പറയണ്, അപ്പം നിങ്ങൾ എന്തായിരിക്കും എന്ത് പറയണത്, ഇതൊന്നും ചെയ്ത് നോക്കുക, അപ്പം മാത്രമേ നിങ്ങൾക്ക് സംഭവം അറിയത്തുള്ളൂ. ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മുടെ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മെത്തേഡ്. അത് സിമ്പിളാണ്. നമ്മൾ ക്യാൻവ യൂസ് ചെയ്ത് നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാൻവയിൽ തന്നെ ക്രിയേറ്ററൊക്കെ ആവാൻ പറ്റും. പക്ഷേ അതൊന്നുമല്ല, നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, നമുക്ക് പോസ്റ്റേഴ്സും ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള കമ്മ്യൂണിറ്റീസിന് സെല്ല് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പോൾ പോസ്റ്റേഴ്സ് എങ്ങനെയാണ്, ജസ്റ്റ് റാൻഡം പോസ്റ്റേഴ്സ് ഒന്നും അല്ല ഗൈസ്. നമ്മളിപ്പം ലോക്കൽ ഷോപ്പിൽ നമുക്ക് പോസ്റ്റേഴ്സ് സെല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഓരോ കാറ്റഗറീസ് ഉണ്ടല്ലോ, ലൈക്ക് ജിമ്മ്, അവർക്ക് നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, അവർക്ക് നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാഡമി, അപ്പോൾ അവർക്ക് നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ഓൺലൈനിൽ ആൾക്കാർക്ക് സെല് ചെയ്യാൻ പറ്റും. ആ ഒരു ക്ലയൻറ്റിനെ കണ്ടുപിടിക്കുകയും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റേഴ്സ് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ തമ്പനെയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു 5-6 ഒരു ഇമെയിൽ വരുന്നുണ്ട് തമ്മിലെ പ്രൊമോഷനായിട്ട്. ഓക്കെ, അവർക്ക് പെർ വർക്ക് അവരെ തമ്മിൽ വെച്ചാൽ അടിപൊളി തമ്മിലാണ്. ഓക്കെ, മോശം പറയല്ല, എന്നെക്കാളും ചെയ്യുന്നൊരു അടിപൊളി തമ്മിലാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർ പെർ തമ്മിൽ വാങ്ങിക്കുന്നത് എനിക്ക് ഒന്നിനുള്ള പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എനിക്ക് തമ്മിൽ സെൻഡേക്ക് പറഞ്ഞു, ബ്രോ ഇത് ബ്രോയുടെ തമ്മിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പെർ റേറ്റിന് എത്ര വാങ്ങിക്കുന്നത്, പെർ തമ്മിൽ എത്രയാണ് വാങ്ങിക്കുന്നത് ചോദിച്ചു. അവർ വാങ്ങിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 300 to 490 രൂപയാണ് അവർ പെർ തമ്മിൽ വാങ്ങിക്കുന്നത്. അതൊക്കെ അടിപൊളി തമ്മിലാണ്. സോ നിങ്ങൾ ആ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ക്രിയേറ്റേഴ്സിനൊക്കെ തമ്മിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ക്യാൻവ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പല ബിസിനസ് ഓണേഴ്സിനും ടെംപ്ലേറ്റ്സ് പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. പല അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവർക്ക് പോസ്റ്റേഴ്സിൻ്റെ ആവശ്യമാണ്. ജസ്റ്റ് അവരൊക്കെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ജിമ്മ് അവർക്ക് പോസ്റ്റേഴ്സ് ആവശ്യമാണ്, അവർക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഏറ്റവും ബെറ്റർ നമ്മുടെ എന്താണ് റെസ്റ്റോറൻറ്റ്, അവർക്കാണ് ഇടയ്ക്കിടെ ഈ ഫുഡിൻ്റെ ഇതൊക്കെ വരുന്നത്. സോ അവർക്ക് എന്താണ് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവരെ പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മലയാളത്തിലൊക്കെ അടിപൊളിയായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. AI യൂസ് ചെയ്യാം, പക്ഷേ AI യൂസ് ചെയ്യുന്ന ഓവറായി പോകരുത്. ഓക്കെ, നമുക്ക് PNGസിനൊക്കെ ആയിട്ട് നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ് മേക്കാനൊക്കെ സിമ്പിളാണ്. ജസ്റ്റ് ക്യാൻവയിലോട്ട് പോവുക, അതിനുശേഷം അവർക്ക് ഓൾറെഡി റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളായിട്ട് പിക്കും കാളൊക്കെ ഉണ്ടാക്കി വെച്ച് സെല് ചെയ്താൽ മതി. അത് സിമ്പിളായ കാര്യമാണ്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ ട്യൂട്ടോറിയലല്ല, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ദെൻ ലാസ്റ്റ് മെത്തേഡ് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, കോണ്ടന്റ് ക്രിയേഷൻ ആണ്. ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരു ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസ് ആയാൽ മാത്രമേ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ഒഴിവാക്കുക. നമ്മളെ ഈ ഒരു ചുറ്റുള്ള പലർക്കും ഒരു ധാരണയുണ്ട്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെതൊക്കെ ആര് കാണാനാണ്, ഞാനിപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബർ അതുപോലെ 3000 അല്ലെങ്കിൽ 4000 വാച്ചവർ ആയാൽ മാത്രമേ എനിക്ക് ക്യാഷ് കിട്ടുള്ളൂ. ഇപ്പോൾ മാസം ഒരു 1000 അല്ലെങ്കിൽ 5000 ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ എന്തിന് ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുന്നത്. ഗൈസ്, ആ ഒരു തെറ്റങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് അങ്ങനെ മാത്രം ക്യാഷ് ഏൺ ചെയ്യാം. അങ്ങനെ മാത്രമല്ല, പല വഴിയുണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ കണ്ടന്റ് ഏതാണെന്ന് ആൾക്കാർ നോക്കും. അങ്ങനെ നിങ്ങൾക്ക് പല ബിസിനസ് കൊളാബറേഷൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് മെയിനായിട്ട്, അതായത് നിങ്ങൾ മോണിറ്റൈസേഷനൊക്കെ മുമ്പ് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനായിട്ട് പോകുന്നത് പല ബിസിനസ് കൊളാബറേഷൻസും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. കൊളാബറേഷൻസും പ്രൊമോഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ.
അപ്പോൾ ആ ഒരു തെറ്റ് കാരണം നിങ്ങൾ ഒഴിവാക്കാം. പിന്നെ വേറൊരു കാര്യം, കോണ്ടന്റ് ക്രിയേഷൻ നമ്മളെ ചുറ്റും ഒരുപാട് പേർക്ക് സ്റ്റാർട്ട് ചെയ്യണമുണ്ട്, ആളുകൾക്ക് അറിയണം, അതുപോലെ തന്നെ അത്യാവശ്യം റവന്യൂ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു മെയിൻ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കണ്ട എന്ത് വിചാരിക്കും. ഗൈസ്, നിങ്ങൾ എന്തിനാണ് അവർ കെയർ ചെയ്യാൻ പോകുന്നത്? അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെയുള്ള സംഭവം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡെയിലി നിങ്ങളെ വീഡിയോ ഇട്ട് തുടങ്ങാം. പല പല മെത്തേഡിൽ നമുക്ക് കാറ്റഗറൈസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? കുക്കിംഗ് ആണോ? കുക്കിംഗ് വീഡിയോ ചെയ്യും, വ്ളോഗ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓരോ നോളേജ് നിങ്ങൾക്ക് പകർന്ന ഇഷ്ടം, സോ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കാത്തിക്കരുത്. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹം കാണും, നിങ്ങളിപ്പോൾ എത്ര പേര് വീഡിയോ ഇത്രയും കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹം കാണും, കോണ്ടന്റ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആഗ്രഹം കാണും. അപ്പോൾ വിചാരിക്കാം എന്നാൽ പിന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം. കുഴപ്പമില്ല, ഇനിയിപ്പം നാളെ രാവിലേക്ക് എണീച്ചിട്ട് പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്ത് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ദിവസവും മാസവും വർഷവും കഴിഞ്ഞോളൂ അറിയില്ല. പിന്നെ നിങ്ങൾ അടുത്ത വർഷം ചിന്തിക്കും, ഞാൻ എന്തിനങ്ങനെ ചിന്തിച്ച് എനിക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്താൽ പോരെയെന്ന്. ഗൈസ്, സമയം ആർക്ക് വേണ്ടി കാത്തിക്കൂല. സോ അതുകൊണ്ടായിരുന്നു നിങ്ങൾ ഇപ്പം തുടങ്ങുന്ന സംഭവം നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ കോണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യണം, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആരെ നോക്കുന്നത്? ഗൈസ്, സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആരും കാണൂല. നിങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് കാണും. ജസ്റ്റ് നിങ്ങളും ചെയ്തു നോക്കുക. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യാനുള്ളത്, അത് നിങ്ങൾ വേറെ വരെയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങൾക്കൊരു കോണ്ടന്റ് ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ജസ്റ്റ് ഡോക്യുമെന്റ് ചെയ്യുക. അതായത് ലൈഫിൽ ഒരു ദിവസം എന്തൊക്കെ വന്നു, രാവിലെ എണീച്ചിട്ട് രാത്രി വരെ എന്ത് സംഭവം ചെയ്തു, ജസ്റ്റ് മൊബൈലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക, കാര്യങ്ങൾ പറയുക, അപ്ലോഡ് ആക്കുക. ആര് കണ്ടു ആര് കണ്ടില്ല എന്നല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പ്രൂവ് ആയി എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതാണ് ഡോക്യുമെൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അത് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എഡിറ്റിങ്ങിൻ്റെ അങ്ങനെ ഒരു ആവശ്യമില്ല, ജസ്റ്റ് റാൻഡം ടോക്സ് ആണ്. നമ്മളിപ്പം ഒരാളുടെ സംസാരിക്കില്ല, ജസ്റ്റ് അതുപോലെയാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോയുടെ ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് നിന്നിട്ട് പറഞ്ഞ് ഞാൻ രാവിലെ എത്ര മണിക്ക് എണീച്ചു, ഇന്ന് പ്രൊഡക്റ്റീവ് ആണോ അൺപ്രൊഡക്റ്റീവ് ആണോ, നമ്മളിതൊക്കെ ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് വൈറലാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങും. ഓക്കെ, അത് അറിയാത്തവരാണ്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻസ് ഉണ്ടെങ്കിൽ ഒരു 6 to 8 months ആണ് നമ്മളൊരു ടൈം പീരീഡ് പറയുന്നത്. നിങ്ങൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ 6 to 8 months തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് അച്ചീവ് ആവാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ 3 കാറ്റഗറിയും. അപ്പോൾ ഈ 3 കാറ്റഗറി നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലാൻ വെച്ച് പഠിച്ചു പോവുക. അല്ലെങ്കിൽ ഇത്ര ദിവസം സ്റ്റാർട്ട് ചെയ്തതിന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റൂല. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇത് 3 കാറ്റഗറി നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്തു നോക്കാം. ആയിരുന്നു നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടന്റ് വേണമെന്ന് കമൻ്റ് ആക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എത്രേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്ത് ടൈപ്പ് കണ്ടന്റ് വേണമെന്ന് കമൻ്റ് ആക്കേണ്ട മറക്കണ്ട. സോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് ലാഗ് അടുപ്പിച്ചു ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ജസ്റ്റ് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ആൻഡ് ഗൈസ്, ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഹൈപ്പ് ചെയ്യുക. സോ ഇതിൽ മികച്ച അടുത്തൊരു വീഡിയോക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.